സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. തൃശൂരിൽ NDA സ്ഥാനാർത്ഥിയും BJP നേതാവുമായ സുരേഷ് ഗോപിയാണ് നമ്മോടൊപ്പം റാപ്പിഡ് ഫയറിൽ ചേർന്ന്. വെൽക്കം സർ, റാപ്പിഡ് ഫയറിലേക്ക് സ്വാഗതം. തൃശൂരിൽ ഇത്തവണ സുരേഷ് ഗോപിയുടെ മുഖ്യ എതിരാളി ആരായിരിക്കും? സുനിൽകുമാർ ആയിരിക്കുമോ അതോ മുരളീധരനായിരിക്കുമോ? അല്ലെങ്കിലും ഈ പെണ്ണിന് ഈയിടായിട്ട് കുറച്ച് അഹങ്കാരം കൂടുതലില്ലേ? ജനങ്ങൾ എതിർക്കുന്നവർ എന്റെ എതിരാളികൾ. കേരളത്തിലെ BJPയുടെ ശരിയായ എതിരാളി CPIM ആണോ കോൺഗ്രസ് ആണോ? ജനങ്ങളുടെ എതിരാളിയാണ് BJPയുടെ എതിരാളി. തൃശൂർ ഇങ്ങെടുക്കുമെന്നുള്ള ഒരു ഹിറ്റ് പ്രയോഗം ആ സ്പോട്ടിൽ വന്നതായിരുന്നോ അതോ നേരത്തെ പ്ലാൻ ചെയ്ത് പറഞ്ഞാണോ? ഒന്നുമില്ല, ദൈവം സത്യം. തൃശൂർ കഴിഞ്ഞാൽ മത്സരിക്കാൻ ഇഷ്ടം തോന്നുന്ന മറ്റൊരു മണ്ഡലം ഏതാണ്? ആലപ്പുഴ എനിക്കിഷ്ടമാണ്, കണ്ണൂർ ഇഷ്ടമാണ്, തിരുവനന്തപുരം പെരുത്ത് ഇഷ്ടമാണ്. സുരേഷ് ഗോപിക്ക് രാഷ്ട്രീയം, സിനിമ, ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യണമെങ്കിൽ മറ്റൊന്ന് മാറ്റി നിർത്തണമെന്ന് തോന്നിയാൽ ഏത് മേഖലയായിരിക്കും വിടുക? ഇല്ല, അങ്ങനെ ഒന്ന് മാറ്റി നിർത്തേണ്ടി വരില്ല എന്ന് പറയുന്ന ആത്മവിശ്വാസം. കേരളത്തിലെ BJPയുടെ വളർച്ചയ്ക്ക് തടസ്സമാകുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം ഏതായിരിക്കും? എനിക്ക് തോന്നുന്നില്ല മറ്റേതൊരു രാഷ്ട്രീയ പാർട്ടിക്കും തടസ്സങ്ങളുണ്ടോ അതേ തടസ്സമേ ഉണ്ടാവും. ನಿನ್ನೆತ್ರ ಇದಕ್ಕೆ ಪ್ರತಿಕಾರ ಮಾಡಿಬಿಟ್ಟೆ, ನಾನಿಲ್ಲೆಂದು ಹೋಗಿರದು. ನಾವು ಇನ್ನಂ ಬರ್ತೆ, ജാഗ്രത. ഇതെന്നാടാ കന്നഡ. കേരളത്തിൽ BJPക്ക് ഭരണം കിട്ടിയാൽ ആര് മുഖ്യമന്ത്രിയാകും? അതൊന്നും എനിക്കറിയത്തില്ല, അതൊക്കെ നേതാക്കളല്ലേ. ദൈവമേ, എന്റെ ഓരോ കഷ്ടകാലം അല്ല എന്ത് പറയാനാ. ഇയാള് BJPയിലേക്ക് വന്നാൽ നന്നായിരിക്കുമെന്ന് തോന്നുന്ന മറ്റു പാർട്ടികൾ ഒരു യുവ നേതാവിനെ പറയാൻ പറഞ്ഞാൽ? അത് ഞാൻ പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞു കൊടുക്കണ രമണ. രമേശ് ചെന്നിത്തലയായിരുന്നോ VD സതീശനാണോ ഏറ്റവും മികച്ച പ്രതിപക്ഷ നേതാവ്? അല്ല, അത് അവരുടെ പാർട്ടിക്കാരോട് ചോദിക്കുക. ജനങ്ങൾ മോദിയെയാണോ അമിത്ഷായാണോ കൂടുതൽ ഇഷ്ടം? ഇതൊരു കൂട്ടമാണ്. BJP എന്ന് പറയുന്നത് കൂട്ടം. മറ്റു പാർട്ടികളിൽ നിന്ന് അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നൊക്കെ BJPയിൽ എത്തുന്നവർക്ക് കൂടുതൽ പരിഗണന കിട്ടുന്നതായി എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? പരിഗണനയല്ലല്ലോ, അവർക്ക് അർഹിക്കുന്നത് അവർക്ക്. അത് ശരിയാ. ഭീമൻ രഘു, രാജസേനൻ ഇവര് BJP വിട്ടുപോയതിൽ എന്തെങ്കിലും? അതൊക്കെ അവരുടെ താല്പര്യമാണ്, ഞാൻ ഒന്നും പറയാൻ പാടില്ല. ചാവുന്നതിലും ഭേദമല്ലേ ബോധം കിടന്നത്. രാഷ്ട്രീയത്തിൽ ഇറങ്ങേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയ നിമിഷം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. വളരെ ആത്മവിശ്വാസം. MP ആയാൽ തൃശ്ശൂരിന് വേണ്ടി ആദ്യം ചെയ്യുന്ന കാര്യം എന്തായിരിക്കും? ആദ്യം ചെയ്യുന്നതെന്ന് പറയാനൊക്കത്തില്ല. ഇത് ആദ്യാവസാനം ചെയ്യുന്ന കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം പ്രതീക്ഷകളാണ്. ഇങ്ങനെയൊക്കെ ഉണ്ട്. കുഞ്ഞമ്പൂ നായരെ പറയുന്നത് നാരായണ ഒന്നുകൂടെ കേട്ടോ. സഭ കൂടിയവർക്കും മറുപക്ഷത്ത് ആയുധമെടുക്കുന്നവർക്കും പടകുട്ടി പന്നം കെട്ടി വരാം. പെരുമാൾപുരത്തിന്റെ ഗോപുരവാതിലിൽ നാരായണൻ എന്ന ഞാനുണ്ടാവും. എന്നെ വീഴ്ത്തിയിട്ട് നല്ല തന്തയ്ക്ക് പറഞ്ഞ എത്ര പേരാ മണ്ണിൽ ചവിട്ടുമെന്ന് കാണാം. മാറാം.